ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടിപൊളിയായ ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. ആദ്യം തന്നെ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി 10 അല്ലി, പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുള്ളി 10 അല്ലി, വല്ലുള്ളി 1, തക്കാളി വലുത് 1 കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ പുളി നന്നാക്കി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മീനും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്യാസിൽ നമുക്ക് മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുക്, ഉലുവ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരുവോളം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അരിഞ്ഞ് വെച്ച ചെറുള്ളി, വല്ലുള്ളി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക കേട്ടോ. നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടും. വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്നായിട്ട് വരുമ്പോൾ എന്താക്കണം, കറിവേപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് എടുക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. അതോളം നന്നായിട്ട് ഇതാക്കി കൊടുക്കുക. കറിവേപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ എടുത്തതിന് ശേഷമാണ് നമ്മൾ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ബാക്കിലായിട്ട് വരുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് അതിന് ശേഷം നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിന് ശേഷമാണ് കേട്ടോ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ടത്. നമുക്ക് പാകത്തിനുള്ള എരിവ് അനുസരിച്ചും മഞ്ഞളിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള അത് മാത്രമേ ഉപയോഗിച്ചാൽ മതി. അത്രമാത്രം മഞ്ഞളും മുളകും ചേർത്ത് കൊടുക്കുക. ഇത് വഴന്നതിന് ശേഷം ഉപ്പുണ്ടോ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ.
അങ്ങനെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുവോളം നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ തീ ഇളക്കി കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതും നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ആയി വരുവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ടൈം അടച്ച് വെച്ച് നമുക്ക് ആ തക്കാളി ഒന്ന് ഇതായിട്ട് വരുവോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തക്കാളിയൊക്കെ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുളിയിൽ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുവോളം വെയിറ്റ് ചെയ്യുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് പാകമാണോ നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അത് തിളച്ച് വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ. തിളച്ച് വരണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ ഇവിടെ മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്. വയനാടൻ മല്ലിച്ചപ്പ് എന്നൊക്കെ ഇതിന് പറയും. അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ കറിയിലേക്കൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് പിച്ചിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വെച്ച മീൻ നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉടയാത്ത വിധത്തിൽ നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ടൈം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ അടിപൊളിയായൊരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നേരം ഞങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതാ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ എന്താ നമ്മളെ സിനും പൊന്നും ഒക്കെ പ്ലേറ്റ് എടുത്ത് വന്നു കേട്ടോ. അവരിതാ ചോറും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് നല്ല ഇഷ്ടമായിക്കണ്, സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്.